കാഫില എന്നുള്ള പേര് കൊണ്ട് തന്നെ ഇവിടെ നിന്നും ഞാനും യാത്ര തുടങ്ങുകയാണ്. അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇനിയും എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ എഴുത്തിൻ്റെ മേഖലകളിലൂടെ അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ അനുഭവത്തിൽ നിന്നും അവർ അടുത്ത യാത്രയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ മുന്നേയുള്ള യാത്രയുടെ അനുഭവങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അവർ അടുത്ത യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുകയും അതുപോലെ തന്നെ കണ്ടറിയുകയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായിട്ട് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. ഒരു നീണ്ട യാത്ര പോവുകയാണ്. പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെയും മനസ്സ് വേരൂന്നിയ പിറന്ന നാടിൻ്റെയും നാട്ടുകാരുടെയും കഥ പറയുന്ന ഒരു യാത്ര. കാഫില എന്നുള്ളത് ഒരു സംഘം ആളുകൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യാത്ര തിരിക്കുന്ന അതിനെ സൂചിപ്പിക്കുന്ന അറബിക് വാക്കാണ് കാഫില എന്നുള്ളത്. ഈ യാത്രയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും. ഒരു സംഘം ആളുകൾ യാത്ര പോകുമ്പോൾ അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്ര പേരാണ് പുറപ്പെട്ടത് അത്രയും പേർ അവിടെ എത്തിച്ചേരുന്നില്ല. വഴിയിൽ വെച്ച് പലരും അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടെല്ലാം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആ അനുഭവത്തിൽ നിന്നും അവർ അടുത്ത യാത്രയിലേക്ക് പുറപ്പെടുമ്പോൾ ഈ മുന്നേയുള്ള യാത്രയുടെ അനുഭവങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അവർ അടുത്ത യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ യാത്ര ചെയ്താണ് മനുഷ്യരിന്നിവിടെ എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നും നമ്മൾ യാത്ര തുടരുകയാണ്. അതാണ് കാഫില എന്നുള്ള ഈ ഒരു പുസ്തകത്തിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്നത്. ആ കാഫില എന്നുള്ള പേര് കൊണ്ട് തന്നെ ഇവിടെ നിന്നും ഞാനും യാത്ര തുടങ്ങുകയാണ്. അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇനിയും എത്ര കാലമുണ്ടോ അത്രയും കാലം ഈ എഴുത്തിൻ്റെ മേഖലകളിലൂടെ അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരുഭൂമിയിൽ കണ്ടതും കേട്ടതും നേരിട്ടനുഭവിച്ചതുമായ അനുഭവ മുഹൂർത്തങ്ങൾ, നേർചിത്രങ്ങൾ, പറഞ്ഞാലും തീരാത്ത കഥകൾ. അവയുടെ വശ്യമായ മുഖം അടയാളപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിലെ മൊറയൂരിലെ അരിമ്പ്ര സ്വദേശി ഷരീഫ് അരിമ്പ്ര ഈ ഗ്രന്ഥത്തിലൂടെ. 10 കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. നാട്ടിൻപുറ രീതിയിൽ ചെവിയിൽ ചൊല്ലുന്ന മൃദുവായ ഭാഷാരീതിയാണ് കഥകളിലുടനീളം. സത്യം പറഞ്ഞാൽ ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത് ഏത് രൂപത്തിലുള്ള കഥകളാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലൂടെ കയറിയിറങ്ങിപ്പോയ ഒരുപാട് നിമിഷങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലൂടെ ജീവിച്ചു പോയ മനുഷ്യരുടെ, എൻ്റെ മുന്നിലൂടെ ജീവിച്ച് മരിച്ച മനുഷ്യരുടെ കൂടി കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വിശ്വാസവഞ്ചനയും അതിജീവനവും വിരഹവും ഹൃദയസ്പർശിയായ ആത്മബന്ധങ്ങളുടെയും മനോഹരാഖ്യാനവും കാഫിലയിൽ കാണാം. ഇവിടെ നിന്ന് പ്രവാസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും. ഈ പ്രവാസം എന്നുള്ള ജീവിതം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താണ് പ്രവാസം എന്നുള്ളതും, പ്രവാസത്തിൽ ഒരുപാട് ചേർത്ത് പിടിക്കലുകളുണ്ട്. അതുപോലെ തന്നെ ചതിയുടെയും വഞ്ചനയുടെയും എല്ലാം കഥകൾ പ്രവാസത്തിലുമുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മൾ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് നാം കാണാത്ത, നാം അറിയാത്ത രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചതിക്കുഴി ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പ്രവാസത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരം ചതിക്കുഴികളിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഒരുപാട് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അതിൻ്റെ എല്ലാം ഓരോരോ ഘട്ടങ്ങൾ താണ്ടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അതെല്ലാം അവസാനിക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കൊറോണയുടെ ഒറ്റപ്പെടലിൽ എഴുതി തുടങ്ങിയ ഈ സമാഹാരം PK പാറക്കടവ് കൊണ്ടോട്ടി കോപ്പറേറ്റീവ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചു. ഭാര്യ റോസ്ന ദില്ലൂസ് വലിയാട്ടും മകൾ ഷസ ഫാത്തിമയും അടങ്ങുന്നതാണ് ഷരീഫ് അരിമ്പ്രയുടെ കുടുംബം. 2019 നമ്മളെ കൊറോണ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നിങ്ങൾക്കറിയാം ഒറ്റപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഞാൻ ആ സമയത്ത് പ്രവാസത്തിലാണുള്ളത്. ഏറെക്കുറെ ഒറ്റപ്പെട്ട് ഒരു മുറിയിൽ മാത്രം കുറേ മാസങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ എഴുത്തിൻ്റെ
ഈ ഒരു ലോകത്തിലേക്ക് ഞാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ കോളേജ് കാലഘട്ടത്തിലെല്ലാം മാഗസിനിലും അതുപോലെ തന്നെ അല്ലറ ചില്ലറ എഴുത്തുകളുമായിട്ടെല്ലാം മുന്നോട്ട് പോയിരുന്നെങ്കിലും അതിനൊരു സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ പ്രവാസ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ എഴുത്ത് എന്നുള്ള എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ് എഴുത്ത് എന്നുള്ളത്. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ പറയും, നിനക്ക് കുറച്ചുകൂടി നന്നായിട്ട് എഴുതിക്കൂടെ എങ്ങനെ പറയും. അതുപോലെ തന്നെ അങ്ങനെ ആ എഴുത്തിലൂടെ വന്ന് നമ്മൾ കേരളത്തിലുള്ള പല എഴുത്തുകാരുമായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് സമ്മതിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആ ഒരു മേഖലയിലേക്ക് പതിയെ അങ്ങനെ വരികയാണ് ഉണ്ടായത്. അല്ലാതെ ഞാനൊരു മുൻകൂട്ടി ഒരു എഴുത്തുകാരനാവണമെന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ എഴുതിയ പല ചെറുകഥകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് കാഫില എന്നുള്ള എൻ്റെ ഈ ഒരു പുസ്തകമായിട്ട് മുന്നോട്ട് വരുന്നത്. ഏറെക്കുറെ 5-6 വർഷത്തെ അധ്വാനം അല്ലെങ്കിൽ 5-6 വർഷത്തെ കാത്തിരിപ്പ് ഈ ഒരു പുസ്തകത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു സുപ്രഭാതത്തിലെല്ലാം എഴുതി തീർത്തതല്ല. പല ഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് എൻ്റെ നേരനുഭവങ്ങളും ഞാൻ കേട്ട കാര്യങ്ങളും അതുപോലെ തന്നെ പ്രവാസത്തിലുള്ള കഥകളും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കഥകളും ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഞാൻ ചെറിയ വരികളായിട്ട് എഴുതി അങ്ങനെയാണ് ഇത് പുസ്തകമായിട്ട് മാറുന്നത്. പ്രിൻ്റ് ഹൗസാണ് ഖാഫിലയുടെ പ്രസാധകർ. ന്യൂസ് ഡെസ്ക് എയർ 1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kundoti.